ആദിമ നൂറ്റാണ്ടുകളിൽ സന്യാസ ഭവനങ്ങളിൽ 150 സങ്കീർത്തനങ്ങൾ എല്ലാ ദിവസവും അവർ ഉരുവിട്ടിരുന്നു. സഹോദരങ്ങൾ, അൽമായ സഹോദരങ്ങൾ എല്ലാ ദിവസവും 150 സ്വർഗസ്ഥനാപിതാവേ എന്ന ജപം ചൊല്ലിയിരുന്നു. 1214 ഫ്രാൻസിൽ ജീവിച്ചിരുന്ന വിശുദ്ധ ഡൊമിനിക്കിന് മാതാവ് പ്രത്യക്ഷപ്പെട്ട് ജപമാലയുടെ 15 രഹസ്യങ്ങൾ കാണാതെ പറഞ്ഞു പഠിപ്പിച്ചു. സന്തോഷത്തിന്റെ 5 രഹസ്യങ്ങൾ, ദുഃഖത്തിന്റെ 5 രഹസ്യങ്ങൾ, മഹിമയുടെ 5 രഹസ്യങ്ങൾ. അതിനുശേഷം മാതാവ് പറഞ്ഞു, ഓരോ രഹസ്യം കഴിയുമ്പോൾ ഒരു സ്വർഗസ്ഥനാപിതാവ് എന്ന ജപവും 10 നന്മ നിറഞ്ഞ മറിയവും ചൊല്ലിയിരിക്കണം. അങ്ങനെ ഒരു സമ്പൂർണ്ണ ജപമാല പൂർത്തിയായി കഴിയുമ്പോൾ 153 പ്രാവശ്യം നന്മ നിറഞ്ഞ മറിയം എന്ന ജപം ചൊല്ലിയിരിക്കണം. എണ്ണത്തിൽ തെറ്റാതിരിക്കുന്നതിന് വേണ്ടി ഒരു കൊന്ത നൽകുകയും ചെയ്തു. ഇതുപോലുള്ള കൊന്ത നൽകി എല്ലാവർക്കും കൊടുക്കണമെന്ന് പറയുകയും ചെയ്തു. 1858 ഫ്രാൻസിലുള്ള ലൂർദ് എന്ന സ്ഥലത്ത് ബർണാർദീത്ത് എന്ന ഇടയബാലയ്ക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ മാതാവ് പറഞ്ഞത്, പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി വീടുകളിൽ ജപമാല ചൊല്ലണം. 1917 പോർച്ചുഗൽ രാജ്യത്തുള്ള ഫാത്തിമ എന്ന സ്ഥലത്ത് 3 കുട്ടികൾക്ക് 6 പ്രാവശ്യം മാതാവ് പ്രത്യക്ഷപ്പെട്ടു. ഫ്രാൻസിസ്, ജസീന്ത, ലൂസി ഈ 6 പ്രാവശ്യവും പറഞ്ഞത് വീടുകളിൽ ഭക്തിപൂർവ്വം ജപമാല ചൊല്ലണം. വിശുദ്ധ ഡോൺ ബോസ്കോ പറയുന്നുണ്ട്, ജോലി തിരക്ക് മൂലം ഏതെങ്കിലും ഒരു ദിവസം ഭക്താനുഷ്ഠാനങ്ങൾ മുടങ്ങിയാൽ ഒരിക്കലും ഞാൻ ജപമാല മുടക്കം വരുത്തുകയില്ല എന്ന്. വൈദികനും മാർക്കോണി അദ്ദേഹത്തിരിക്കാരനായിരുന്നു. പ്രായം ചെന്ന് രോഗിയായിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. സമീപത്ത് നിൽക്കുന്ന ഡോക്ടർക്ക് മനസ്സിലായി മാർക്കോണി അന്ത്യശ്വാസം വലിക്കുകയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഡോക്ടർ ചോദിച്ചു, ഇപ്പോൾ വിദേശത്ത് കഴിയുന്ന ഭാര്യയ്ക്ക് അവസാനമായിട്ട് എന്തെങ്കിലും സന്ദേശം നൽകുവാനുണ്ടോ എന്ന്. ഉടനെ അദ്ദേഹം തന്റെ കോട്ടിന്റെ പോക്കറ്റിൽ നിന്ന് കൊന്തയെടുത്ത് കാണിച്ചുകൊണ്ട്, കൊന്തയിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ മരിക്കുന്ന സമയത്ത് എന്റെ കയ്യിൽ ജപമാല ഉണ്ടായിരുന്നു എന്ന് പറയണം. ഇത് പറയുകയും അദ്ദേഹം പുഞ്ചിരിച്ചുകൊണ്ട് മരിക്കുകയും ചെയ്തു. അതുകൊണ്ട് ജപമാല ഭക്തിപൂർവ്വം ചൊല്ലുകയാണെങ്കിൽ നമ്മുടെ മരണസമയത്ത് മാതാവ് നമ്മുടെ അടുക്കൽ വരും. ആ മരിക്കുന്ന വ്യക്തിക്ക് മാതാവിനെ കണ്ടുകൊണ്ട് മാർക്കോണിയെ പോലെ സന്തോഷപൂർവ്വം മരിക്കാനായിട്ട് സാധിക്കും.